Friends, this is Anith, Ajayaghosh and welcome back to BTech. Learn at your place, learn at your pace. Anyway, നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിലെ ഫ്ലൂയിഡിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ജോബ് അപ്ഡേറ്റ്സ് ഉണ്ടെന്ന്. ഇന്നൊരു 3 ജോബ് അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ആണ്. 12th കഴിഞ്ഞവർക്ക് അറൗണ്ട് ഒരു 12ഓളം വേക്കൻസികളുണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. സെക്കൻഡ് വൺ എയിംസിലാണ്. MBBS കഴിഞ്ഞവർക്ക് ഒരു 50 വേക്കൻസിയോളം വന്നിട്ടുണ്ട്. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 10th പാസ്സായവർക്ക് ഒരു 1735 വേക്കൻസി വന്നിട്ടുണ്ട്. സോ നിങ്ങൾ കംഫർട്ടബിൾ ജോബ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എനിവേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ എല്ലാ വീഡിയോയിലും ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുന്നു. എൻ്റെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ചോദ്യം ചോദിച്ചതിന് ഗിഫ്റ്റ് ബാലു എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഞാൻ പറഞ്ഞായിരുന്നു. സോ അവൻ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സോ നിങ്ങൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുക. സോ അതിൽ നമ്മൾ എന്താ പഠിക്കാൻ കുട്ടീസ് കൊടുക്കുന്നതായിരിക്കും. ഒരു വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കണം. ഇതിലുണ്ടോന്നൊക്കെ ഡൗട്ട് അടിക്കേണ്ട. ഈ ബോക്സിൻ്റെ ഏത് സാധനം ഉണ്ട്, ചെന്ന് തുറന്നൊക്കെ നോക്കിക്കൊള്ളാം. ഓക്കെ, സോ എനിവേ കൺഗ്രാറ്റ്സ് ബാലു. സോ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉത്തരം പറയാം. നമ്മൾ എന്തായാലും ഗുഡീസ് ഒന്നില്ല നിങ്ങൾക്ക് അയച്ചു തരിക, നമ്മുടെ സ്റ്റുഡിയോയിൽ ഒന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, learn at your place, learn at your pace. Like, share, subscribe to പഠിക്കുക. സോ ഇന്ന് നമ്മൾ FM ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തായിരുന്നു. കാണാത്തവരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അതിന്റെ സെക്കൻഡ് ക്ലാസ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ ഗൈസ്, സോ നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. സോ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, റെസ്റ്റിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിനെയാണ് നമ്മൾ എന്ത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, പ്രഷർ എന്താണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയനെയാണ് നമ്മൾ എന്ത് പ്രഷർ എന്ന് പറയുന്നത്. സ്ട്രെസ്സും ഫോഴ്സ് ബൈ ഏരിയയാണ്. പക്ഷെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും എന്താ നോർമൽ ആയിട്ട് മാത്രം ആക്ട് ചെയ്യുള്ളൂ ഒരു ബോഡിയുടെ. വേറെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ ഏത് ഡയറക്ഷനിലും പാരലായിട്ട് അപ്ലൈ ചെയ്യുന്ന നമ്മൾ എന്താ ഷിയർ സ്ട്രെസ് എന്ന് പറയും. സോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് ബൈ ഏരിയ ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി നമ്മൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ P ഈക്വൽ ടു എന്താണ് റോ ജി എച്ച് ആണ്. വേറെ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, G ഗ്രാവിറ്റി ആണ്, H എന്ന് പറഞ്ഞാൽ എന്താ ഹൈറ്റ് ആണ്, ഇല്ല ഡെപ്ത് ആണ്. സോ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ഇൻക്രീസ് ചെയ്യും. ഇനി ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ എന്ന് പറഞ്ഞാൽ എന്താ പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് എല്ലാ സൈഡിലെയും പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിം ആയിരിക്കും. PX ഈക്വൽ ടു PY ഈക്വൽ ടു PZ ആണ്. ഇനി നമ്മൾ പല ടൈപ്സ് ഓഫ് പ്രഷർ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എക്സേർട്ടഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ. സെക്കൻഡ് വൺ ആണ് എന്ത് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ മെഷേർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ മാനോമീറ്ററോ ബാരോമീറ്ററോ പീസോമീറ്ററോ പോലത്തെ ഡിവൈസ് വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷർ. സോ ഈ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിന് എന്താണ് പോസിറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയും. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താണ് നെഗറ്റീവ് ഗേജ് പ്രഷർ അല്ലെങ്കിൽ എന്താ വാക്യൂം പ്രഷർ എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഒരു പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞത് വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മൈനസ് സൈൻ എടുക്കും, കാരണം എന്താ അത് നെഗറ്റീവ് ആയതുകൊണ്ട്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ അബ്സല്യൂട്ട് പ്രഷറാണ്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയ ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടി സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് കിട്ടണം. സോ സമ്മേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ പ്ലസ് ഗേജ് ആണ് എന്ത് അബ്സല്യൂട്ട് പ്രഷർ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഫോഴ്സ് ആണ്, ടോട്ടൽ പ്രഷർ ഫോഴ്സ്. സോ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് റോ ജി എച്ച് ആണെന്ന് അറിയാം. സോ പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫോഴ്സ് കിട്ടും. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്താ റോ ജി എ എച്ച് ആണ്. റോ ഡെൻസിറ്റി, G ഗ്രാവിറ്റി, A ഏരിയ, H എന്താ ഹൈറ്റ്. സോ ഈ H നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി മുങ്ങിക്കിടക്കണമെങ്കിൽ ആ ഒരു ഫ്രീ സർഫസിൽ നിന്ന് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് H. ഇല്ല H ബാർ എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യണം. സോ ഫോഴ്സിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ റോ ജി എ എച്ച് ബാർ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത നോക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ സെന്റർ ഓഫ് പ്രഷർ ആണ്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് എന്ത് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ. സോ ആ ഒരു സെന്റർ ഓഫ് പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ബോഡി എങ്ങനെയാണ് കിടക്കണതിന് ബേസ് ചെയ്തിരിക്കും. ബോഡി വെർട്ടിക്കലി സബ്മേർജ്ഡ് ആണോ അതല്ല ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണോ കിടക്കണമെന്ന് ബേസ് ചെയ്തിരിക്കും എന്ത് സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്ന റിലേഷൻ. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് സപ്പോസ് ചെയ്യാൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ വെർട്ടിക്കലി സബ്മേർജ്ഡ് ആണെങ്കിൽ അതിന്റെ ഫൈനൽ റിലേഷൻ സെന്റർ ഓഫ് പ്രഷർ H സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ ആണ്.
അതിൽ ഐ ജി എന്ന് പറഞ്ഞാൽ എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, എ എന്ന് പറഞ്ഞ ഏരിയ, എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതേ ബോഡി തന്നെ എന്താ ഒരു ഇൻക്ലൈൻഡ് പർട്ടിക്കുലർ ആംഗിൾ എന്താ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കണമെങ്കിൽ നമ്മൾ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. ഐ ജി എന്ന് പറഞ്ഞാൽ എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ, എച്ച് ബാർ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ആ ഇൻക്ലിനേഷൻ ആംഗിൾ, എത്ര ആംഗിളിലാണ് ഇൻക്ലൈൻ ചെയ്തേക്കുന്നത്. സോ ഇതിൽ ഐ ജി എന്ന് പറയുന്നത് എന്താ ഓരോ ബോഡീനനുസരിച്ച് മാറും. ബോഡി ട്രയാംഗിൾ ആണോ റെക്ടാംഗിൾ ആണോ അതോ സർക്കിൾ ആണോ. അപ്പോൾ സപ്പോസ് ഇപ്പൊ റെക്ടാംഗിൾ ആണെങ്കിൽ ഐ ജിയുടെ വാല്യൂ എന്താ ബി ഡി ക്യൂ ബൈ 12 ആണ്, ബി ബ്രെഡ്ത്ത് ഡി ഡെപ്ത്. അതേപോലെ നമ്മുടെ ട്രയാംഗിൾ ആണെങ്കിൽ ബി എച്ച് ക്യൂ ബൈ 36 ആണ്. ഇനി അതേപോലെ സർക്കിൾ ആണ്, നമ്മുടെ മുങ്ങി കിടക്കുന്ന ബോഡി സർക്കിൾ ആണെങ്കിൽ എന്താ പൈ ഡി റേഷ്യോ ബൈ 64 ആണ്, പൈ ഡി റേഷ്യോ 4 ബൈ 64. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് നമ്മൾ ഇത്ര നോക്കിയത്. പ്രഷർ എന്താണ്, പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ, സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. ഓക്കെ, നമുക്ക് ഇനി എന്താ ഇതായിട്ടുള്ള 1-2 പ്രോബ്ലംസ് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് 2 meter wide and 3 meter deep. It lies in a vertical plane in water. Determine the total pressure and position of center of pressure when its upper edge is horizontal and coincide with water surface. So പ്രോബ്ലം പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ സർഫസ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വാട്ടർ സർഫസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. 3 meter ഡീപ്പ് വന്നിട്ടുണ്ട്, 2 meter വൈഡ് വന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് ടോട്ടൽ പ്രഷർ ഫോഴ്സും സെന്റർ ഓഫ് പ്രഷറുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് നമുക്ക് റിലേഷൻ അറിയാം, റോ ജി എച്ച് ബാർ ആണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താ 9.81 ആണ്. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താ 2x3 റെക്ടാംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ഡയമെൻഷൻ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഫ്രീ സർഫസ് ആയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് എന്താണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ 3/2 ആണ്. സോ ഡയറക്റ്റ് റിലേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88.2 കിലോ ന്യൂട്ടൺ കിട്ടും. ഇനി എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഐ ജി ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. കാരണം എന്താണ് വെർട്ടിക്കലി ആണ്, ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതെന്ത് സൈൻ തീറ്റ വന്നു. സോ ഐ ജി ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. അതിൽ ഐ ജി എന്ന് പറഞ്ഞാൽ എന്താ റെക്ടാംഗിൾ ആയതുകൊണ്ട് ബി ഡി ക്യൂ ബൈ 12 ആണ്. വേർ ബി എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്, ഡി എന്ന് പറഞ്ഞാൽ എന്താ 3 ആണ്. സോ നമ്മൾ പുട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ 2 meter കിട്ടും. സോ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് അറിയാനായിട്ട് എപ്പോഴും എന്താണ് എച്ച് ബാറിനെക്കാട്ടും കൂടുതലായിരിക്കും എന്ത് എച്ച് സ്റ്റാർ. എച്ച് ബാർ നമുക്ക് 1.5 ആണ്, എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്. സോ ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഫോഴ്സും കിട്ടി എച്ച് സ്റ്റാറും കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് 2 meter wide and 3 meter deep lies in water in such a way that it makes an angle 30 degree with the free surface. Determine total pressure force, center of pressure if its upper edge is 1.5 meter from the free surface. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ടോട്ടൽ പ്രഷർ ഫോഴ്സും സെന്റർ ഓഫ് പ്രഷറും തന്നെയാണ്. പക്ഷേ ഈ കേസിൽ എന്താണ് തീറ്റ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആംഗിൾ എന്താ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കണേ. സോ ആ കേസിൽ നമുക്ക് എന്താണ് റിലേഷൻ എച്ച് പ്രഷറിന്റെ റിലേഷനിലെ പ്രഷർ ഫോഴ്സിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ബാർ തന്നെയാണ്. പക്ഷെ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. പക്ഷെ നമുക്ക് ഇതിൽ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ എച്ച് ബാർ ആണ്. പക്ഷെ നമുക്ക് തന്നേക്കുന്നത് എന്താവും എച്ചിന്റെ ഒരു ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ കാണാം, എച്ച് ആണ് 1.5 തന്നേക്കണം. നമുക്ക് എച്ച് ബാർ അറിഞ്ഞുകൂടാ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, അത് നമുക്ക് വേണം. പക്ഷെ നമുക്ക് എന്താ എ ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാം. കാരണം എന്താ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ജിനോട് ഈക്വൽ അല്ലെ എച്ചിനോട് ഈക്വൽ. സോ നമുക്ക് എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ എ ബി പ്ലസ് ബി സി ആണ്. അതിൽ നമുക്ക് എന്താ എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അറിയാം 1.5 ആണ്, പക്ഷെ ബി സി അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം ജി ബി സി എന്ന് പറഞ്ഞാൽ. അതിലെന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്ത് 30 ഡിഗ്രി. അപ്പൊ ആ ട്രയാംഗിളിൽ എടുക്കണമെങ്കിൽ സി ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്തായിരിക്കും ആക്ച്വലി ഉള്ള ആ ഒരു റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സി ജി നമുക്കറിയാം, എ ബി നമുക്കറിയാം. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ് എച്ച് ബാർ കണ്ടുപിടിക്കാം. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ എ ബി പ്ലസ് സി ജി സൈൻ തീറ്റ ആണ് എടുക്കാം. ആ ഒരു ട്രയാംഗിൾ സൈൻ തീറ്റ ഈക്വൽ ടു നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ബി സി ബൈ സി ജി. സോ ബി സിക്ക് വരുമായിട്ട് നമുക്ക് എന്താ സി ജി സൈൻ തീറ്റ എന്ന് കൊടുക്കാം. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എച്ച് ബാർ കിട്ടും. എച്ച് ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ റോ ജി എച്ച് ബാർ. സോ റോ ജി എച്ച് ബാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റോ ഡെൻസിറ്റി 1000 ആണ്, ജി 9.81 ആണ്, ഏരിയ നമുക്കറിയാം 2x3, എച്ച് ബാർ നമ്മൾ കണ്ടുപിടിച്ചു. സോ അതിൽ നിന്ന് നമുക്ക് എഫ് എന്ന് പറഞ്ഞാൽ എന്താ 132.48 കിട്ടും കിലോ ന്യൂട്ടൺ. ഇനി എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതിൽ നമുക്ക് എന്താ ഐ ജി എന്ന് പറഞ്ഞാൽ എന്താ ബി ഡി ക്യൂ ബൈ 12 ആണ്. അതിൽ ബി എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്, ഡി എന്ന് പറഞ്ഞാൽ എന്താ 3 ആണ്. ഡയറക്റ്റ് ഇട്ട് നമ്മൾ കുട്ടിയെ സോൾവ് ചെയ്താൽ നമുക്ക് എന്താ എച്ച് സ്റ്റാർ എന്താണ് 2.33 കിട്ടും.
സോ ക്ലിയർ ആണല്ലോ. സോ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ നോക്കുക, ഇൻക്ലൈൻഡ് ആയിട്ടാണോ കിടക്കുന്നത് അതല്ല നേരെയാണോ എന്നുള്ളത്. ആ ഒരു വ്യത്യാസം മാത്രമേ പ്രോബ്ലത്തിൽ വരുന്നുള്ളൂ. ബാക്കി എന്താ നമുക്ക് സെയിം സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ടൈപ്പ് പ്രോബ്ലം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. In the given figure, if the pressure at A is 50 mm of Hg and P atmosphere is 76 cm of Hg, find the height h. So നമുക്കൊരു ഫിഗർ വന്നിട്ടുണ്ട്, അതിലൊരു ലിക്വിഡ് ബോഗ് പോലെ കാണാം. അതിനെന്താ P അറ്റ്മോസ്ഫിയർ പ്രഷർ വന്നിട്ടുണ്ട് 76 cm. പിന്നെന്താ A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ നമുക്ക് വന്നിട്ടുണ്ട് 50 cm. നമ്മളോട് എന്താ h എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ എനിവേ പ്രഷർ രണ്ടും എന്താ സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലാണ് വന്നേക്കുന്നത്. സോ എച്ച് നമുക്ക് എന്താണ് സെന്റിമീറ്റേഴ്സ് ഓഫ് Hg കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ പാസ്കൽസ് ലോ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്താ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ സെയിം ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും. സോ നമ്മൾ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഈ ഒരു ലിക്വിഡ് ഗോളത്തിന്റെ അവിടെ കൺസിഡർ ചെയ്യണമെങ്കിൽ പി അറ്റ്മോസ്ഫിയറും എന്താണ് പി സിയും എന്താ സെയിം ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ പി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ പി സിനോട് എന്താ സെയിം ആണ്. സോ ആ ഒരു ലിക്വിഡിന്റെ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കാൻ നേരത്തെ അപ്പൊ എന്തായിരിക്കും പി എ പ്ലസ് എച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും പി സി ആയിരിക്കും. കാരണം എന്താ നമ്മളൊരു മാനോമീറ്റർ കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ പി എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പി സിനോട് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. സോ പി സി നമുക്കറിയാം, പി എയും നമുക്കറിയാം. പി സി എന്ന് പറഞ്ഞാൽ പി അറ്റ്മോസ്ഫിയർ ആണ്. സോ അതിൽ നിന്ന് എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പി അറ്റ്മോസ്ഫിയർ മൈനസ് എന്തായിരിക്കും പി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് വന്നേക്കുന്നു. സോ സോൾവ് ചെയ്യുന്ന നേരത്തെ എന്താണ് 76 മൈനസ് 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 26 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി കിട്ടും. സോ ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ജസ്റ്റ് ആ ഒരു ഹൈറ്റിനെ ബേസ് ചെയ്ത് എന്താ സോൾവ് ചെയ്യാവുന്നത്. ഇതിപ്പോ സെന്റിമീറ്റേഴ്സ് ഓഫ് എച്ച് ജിയിൽ തന്നുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്റേഴ്സും എച്ച് ജിനെ നമുക്ക് എന്താ കൺവേർട്ട് ചെയ്തിട്ട് എന്താ പ്രഷർ പാസ്കലിന്റെ യൂണിറ്റിൽ എഴുതാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് നോക്കണമെങ്കിൽ കേർവ്ഡ് സർഫസ് സബ്മേർജ് ഇൻ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ എന്താ കേർവ്ഡ് സർഫസ് എന്താ സബ്മേർജ് ചെയ്ത് കിടക്കണമെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ആണ്. സോ ഒരു കേർവ്ഡ് സർഫസ് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ നേരത്തെ എന്താണ് രണ്ട് കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ആണുള്ളത്. ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടാവും. സോ അതിലെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ വെള്ളത്തിന്റെ വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ആയിരിക്കും എന്ത് ആ ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്. പക്ഷെ വേറെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രഷർ ഇൻറ്റു ഏരിയ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ഇൻറ്റു ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ആയിരിക്കും എന്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. സോ റിസൾട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും റൂട്ട് ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഫോഴ്സിന്റെ സ്ക്വയർ പ്ലസ് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ ഫോഴ്സിന്റെ സ്ക്വയർ. ഇല്ല എഫ് വി എഫ് എച്ച് നമ്മൾ എന്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും കൺസിഡർ ചെയ്യണമെങ്കിൽ റിസൾട്ടന്റ് ഈക്വൽ ടു എന്തായിരിക്കും റൂട്ട് ഓഫ് എഫ് വി സ്ക്വയർ പ്ലസ് എഫ് എച്ച് സ്ക്വയർ. ഇനി ആ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ആംഗിൾ നമ്മൾ നോക്കണമെങ്കിൽ എന്തായിരിക്കും തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എഫ് വി ബൈ എഫ് എച്ച് ആണ്. സോ നമുക്ക് ചിലപ്പോൾ എന്താ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണന്റ് ഫോഴ്സ് വന്നിട്ടുണ്ടാവും. നമ്മളോട് ചിലപ്പോൾ എന്ത് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും, ഇല്ല എന്താ അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. ക്ലിയർ ആണ്. സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എന്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, സോ നമുക്ക് കേർവ്ഡ് സർഫസ് ഇല്ല ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് Fx and Fy on a semicircular gate having a width W into the plane shown in figure. നമ്മളോട് എന്താ എഫ്എക്സും എഫ് വൈയും ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ആണ് നമ്മളോട് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ വന്നിട്ടുണ്ട്, ഒരു ഗേറ്റ് ഉണ്ട്, ഒരു സെമി സർക്കുലർ ഗേറ്റ് ഉണ്ട്. സോ എഫ്എക്സും എഫ് വൈ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചേക്കണം. സോ നമ്മൾ എഫ്എക്സിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താ പ്രഷർ ഇൻറ്റു ഏരിയ. സോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് റോ ജി എച്ച് ആണ്. അല്ല സെന്റർ വരെ ആക്ട് ചെയ്യാനുള്ള എച്ച് ഹൈറ്റ് എന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ റോ ജി എച്ച് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ നോക്കാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താ ഈവൻ ദോ ഇറ്റ് ഈസ് എ സെമി സർക്കുലർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ പോലെ. സോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റേഡിയസ് 6 വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തം ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ 2r ആണ്. ഇൻറ്റു എന്താ വിഡ്ത്ത് w പറഞ്ഞിട്ടുണ്ട്. സോ 2r ഇൻറ്റു w ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 2pghrw ആണ് നമുക്ക് എന്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഫോഴ്സ് കിട്ടും. ഇനി നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. വെർട്ടിക്കൽ കമ്പോണന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെയിറ്റ് ഇൻറ്റു പോട്ടെ വെയിറ്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്, mg ആണ്. ഇനി m എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ആദ്യമേ നോക്കിയിട്ടുള്ള ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്, റോ വി ആണ്. സോ റോ ഇൻറ്റു വി ഇൻറ്റു ജി ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അപ്പൊ ഇതിൽ എന്താണ് വേണ്ട വി എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. വോളിയത്തിന് നമുക്ക് എന്ത് കൊടുക്കാം ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇല്ല ഏരിയ ഇൻറ്റു ഡെപ്ത്തിന്റെ ബേസിൽ നമുക്ക് കൊടുക്കാം. സെമി സർക്കുലർ ആണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ πr സ്ക്വയർ ബൈ 2 വരും. സർക്കിളിന്റെ ഏരിയ ആണ് πr സ്ക്വയർ. സെമി സർക്കുലർ ആകുമ്പോൾ എന്താ ഹാഫ് πr സ്ക്വയർ ബൈ 2 ഇൻറ്റു വിഡ്ത്ത് w. സോ റോ ജി πr സ്ക്വയർ w ബൈ 2 എന്ന് വരും. ക്ലിയർ ആണല്ലോ. സോ ഇതിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓപ്ഷൻസ് എ ബി സി ഡി നമുക്ക് തന്നിട്ടുണ്ട്.
സോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്താണ് ഇത് രണ്ടുമായിരിക്കും എന്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് ഫോഴ്സ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ ഒരു ലാസ്റ്റ് ഈ ഒരു പ്രഷറിന്റെ ടോപ്പിക്ക് പോകണമെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാനോമീറ്റർ ആണ്. പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ത് ഈ മാനോമീറ്റർ. പീസോമീറ്റർ, ബാരോമീറ്റർ, മാനോമീറ്റർ ഒക്കെ എന്താണ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ ഈ മാനോമീറ്ററിനും പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ. പക്ഷെ എല്ലാത്തിന്റെ എന്താ സെയിം ടൈപ്പ് ആണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ ആയിരിക്കും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതെന്ന് പറഞ്ഞത് ഒരു പൈപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൽ ടു എന്താ റൈറ്റ് ലിംബിലെ പ്രഷർ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു എക്സസിന് ബേസ് ചെയ്ത് നമ്മൾ എന്താ കട്ട് ചെയ്യണേ. ലെഫ്റ്റ് ലിംബിൽ എന്താ പി എ എന്ന് പറഞ്ഞ പ്രഷർ ഉണ്ടാവും. പി എ പ്ലസ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ റോ ജി എച്ച് വൺ വിൽ ബി ഈക്വൽ ടു എന്താണ് റൈറ്റ് ലിംബിലെ പ്രഷർ. സോ റോ ജി എച്ച് ടു ഈ ഒരു ഹൈറ്റിന് ബേസ് ചെയ്ത്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ഇക്വേറ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഇനി ഇതെല്ലാം ഡിഫറൻഷ്യൽ വരും. ഡിഫറൻഷ്യൽ വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്യൂബ്സ് വരും, രണ്ട് പൈപ്പ് വരും. അത് തമ്മിലാണ് എന്ത് മാനോമീറ്റർ കണക്ട് ചെയ്തേക്കണം. സോ അവിടുത്തെ പ്രഷർ ഡിഫറൻസ് പി എ മൈനസ് പി ബിയോ പി ബി മൈനസ് പി എ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എന്താ എക്സ് ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിംബിൽ ഈക്വൽ ടു റൈറ്റില്ല മാനോമീറ്റർ ആണെങ്കിൽ. നേരെ തിരിഞ്ഞാണ് വന്നെങ്കിൽ നമ്മൾ എന്താണ് റിവേഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും കൺസിഡർ ചെയ്യണം. മേളിലേക്ക് ആകുമ്പോൾ പി എ മൈനസ് റോ ജി എച്ച് വൺ പ്ലസ് അല്ല ഈക്വൽ ടു പി ബി മൈനസ് റോ ജി എച്ച് ടു ആ രീതിയിലായിരിക്കും കണ്ടുപിടിക്കണം. അപ്പം ഇൻവേർട്ടഡ് വരുമ്പോൾ മാത്രം നമ്മൾ എന്താണ് നെഗറ്റീവ് സൈൻ എടുക്കണം മേളിലേക്ക് പോകുമ്പോൾ. ബാക്കിയില്ലാതെ നമ്മൾ എന്താ പോസിറ്റീവ് ആയിരിക്കും എടുക്കണം. സോ ഇതിന്റെ ബേസിൽ നമ്മൾക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഇനി ഒരു ഫിഗർ തന്നിട്ടുണ്ട്, റെഫർ ഫിഗർ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ പി എ എന്ന് പറഞ്ഞ പ്രഷർ കണ്ടുപിടിക്കാനാണ്. സോ നിങ്ങൾക്ക് കാണാം ഒരു പി എ എന്ന് പറഞ്ഞ പ്രഷർ, പിന്നെ എന്താ വാട്ടർ എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഉണ്ട്, പിന്നെ കുറച്ച് എന്താ നമ്മുടെ മെർക്കുറി ഉണ്ട്, പിന്നെയും വാട്ടർ ഉണ്ട്, പിന്നെ എയറിലേക്ക് ഓപ്പൺ ആണ്. സോ എക്സ് എക്സിനെ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൽ ടു എന്താ റൈറ്റ് ലിംബിലെ പ്രഷറാണ്. സോ പി എ പ്ലസ് റോ ജി എച്ച് വൺ. എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്താ വെള്ളത്തിന്റെ ഹൈറ്റാണ്. അപ്പൊ വെള്ളത്തിന്റെ മൊത്തം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 2 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ പ്ലസ് 10 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 17 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് മൊത്തം ഹൈറ്റ്. സോ റോ ജി എച്ച് വണ്ണിൽ എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്താ 17 ഇല്ലേ 0.17 മീറ്റേഴ്സിലാണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ റോ ടു ജി എച്ച് ടു എന്ന് പറഞ്ഞാൽ മെർക്കുറിയുള്ള റോ ടു ജി എച്ച് ടു എന്ന് പറഞ്ഞാൽ എന്താ 2 സെന്റിമീറ്റർ ആയിരിക്കും പ്ലസ് റോ 3 ജി എച്ച് ത്രീ. അതിൽ എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ പിന്നെയും വാട്ടർ വന്നേക്കണം 5 സെന്റിമീറ്റർ പ്ലസ് എന്താണ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആണ് 1.01 ബാർ ഇല്ല 1.01 into 10⁵. സോ നമുക്ക് ഈ റിലേഷൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സോൾവ് ചെയ്യാം. ഡയറക്റ്റ് നമ്മൾ എല്ലാ വാല്യൂം പുട്ട് ചെയ്ത് കൊടുത്ത് ഡെൻസിറ്റിയുടെ വാല്യൂ പുട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ എന്താ പി എന്ന് പറഞ്ഞ പ്രഷർ കിട്ടും 771.17 millimeters ഓഫ് മെർക്കുറിയാണ്. ഇതിലെ പാസ്കലിൽ കിട്ടും. മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താണ് ഡിവൈഡഡ് ബൈ അതിന്റെ ഡെൻസിറ്റിയും പിന്നെന്താ മില്ലിമീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ അതിന്റെ ടേംസിൽ എന്താ ഡിവൈഡ് ചെയ്താണ്. സോ സിമ്പിൾ ആണ്. മാനോമീറ്റർ പ്രോബ്ലം എന്താ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻവേർട്ടഡ് മാനോമീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ഗീവൻ ചെയ്തിട്ടുണ്ട് 2 പൈപ്പിന് ബിറ്റ്വീന്. നമ്മളോട് എന്താ പൈപ്പിന്റെ ബിറ്റ്വീനുള്ള പ്രഷർ ഡിഫറൻസ് പി എ മൈനസ് പി ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ബാക്കി വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. 3 ഫ്ലൂയിഡ് ഉണ്ട്, വാട്ടർ, ഓയിൽ, എയർ, ഇങ്ങനെ 3 ഫ്ലൂയിഡ്സ് ഉണ്ട്. സോ ഇത് ഇക്വേറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇൻവേർട്ടഡ് ആകുമ്പോൾ എന്താ നമ്മൾ നെഗറ്റീവ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എ എന്ന് പറഞ്ഞ പ്രഷർ മൈനസ് പിന്നെന്താ ഓയിലാണ് മേലിലേക്ക് പോയേക്കണം റോ ഡെൻസി ജി എച്ച് ടു കൺസിഡർ റോ ജി എച്ച് ടു കൺസിഡർ ചെയ്യണമെങ്കിൽ റോ ഓഫ് ഓയിൽ ജി എച്ച് ടു എന്ന് പറയുന്നത് എന്താ 20 സെന്റിമീറ്റർ ആണ്. പിന്നെയും എന്താണ് കുറച്ച് എന്താണ് എയർ ഉണ്ട്. അപ്പൊ മൈനസ് റോ എയർ ജി എച്ച് വൺ ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ് പി ബി മൈനസ് എന്താ ഫുള്ള് വാട്ടർ ആണ്. റൈറ്റ് ലിംബിൽ എന്താ മൊത്തം വാട്ടർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ ഒരു 200 ഉണ്ടാവും, പിന്നെ എന്താ ഒരു 100 ഉണ്ട്, പിന്നെ എന്താ 80 ഉണ്ട്. സോ 100 പ്ലസ് 20 പ്ലസ് 80 എന്ന് പറഞ്ഞാൽ ആ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ വാട്ടർ ആണ് കൺസിഡർ ചെയ്യണം. സോ പി എ മൈനസ് റോ ഓയിൽ ജി എച്ച് ടു മൈനസ് റോ എയർ ജി എച്ച് വൺ വിൽ ബി ഈക്വൽ ടു എന്താണ് പി ബി മൈനസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ ജി ഇൻറ്റു എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ. സോ നമുക്ക് എല്ലാ വാല്യൂവും തന്നിട്ടുണ്ട്, പി എയും പി ബിയും തന്നിട്ടില്ല. സോ പി എ മൈനസ് പി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ് പി എ മൈനസ് പി ബി വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മൈനസ് 2.1 കിലോ പാസ്കൽ കിട്ടും. നെഗറ്റീവ് ആണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഷർ ഡിഫറൻസ് പി ബി മൈനസ് പി എ ആണെങ്കിൽ നമുക്ക് എന്താ പോസിറ്റീവ് ആണ് പ്രഷർ എന്ന് പറഞ്ഞാൽ പി ബി എന്ന് പറഞ്ഞ പ്രഷർ ആണ് ഹൈ. സോ ക്ലിയർ ആണല്ലോ. സോ ഇൻവേർട്ടർ വരുമ്പോൾ എന്തായിരിക്കും റിവേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ വീക്കിലെ ക്വസ്റ്റ്യൻ നോക്കാം പഠിക്കാൻ കുട്ടി സ്വിൻ ചെയ്യാനുള്ള. സോ ക്വസ്റ്റ്യൻ ഇതാണ്.
വാട്ട് ടൈപ്പ് ഓഫ് ടൂൾ ഈസ് യൂസ് ടു മെഷർ എയർ പ്രഷർ? എയർ പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണുള്ളത്? സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. സോ കമൻറ്റ് ചെയ്യുന്നതിന് 1 ലക്കി വിന്നർ വിൽ ബി വിന്നിങ് പഠിക്കുക കുട്ടീസ്. നമ്മുടെ കഴിഞ്ഞ കുട്ടീസ് കിട്ടിയ വിന്നർ ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു. സോ ഒന്നിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺ സ്ക്രീൻ വരാൻ പറ്റും, അതല്ലെങ്കിൽ ഓഫ് സ്ക്രീൻ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ എനിവേ ഫ്രണ്ട്സ്, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം എല്ലാ പേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. സോ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ എനിവേ താങ്ക് യു ഗൈസ്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടോളണം. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനെങ്കിൽ പറയണം. സോ എനിവേ ഫ്രണ്ട്സ്, ഇറ്റ്സ് അനിത് signing off. Thank you.